അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനൊരു കൊച്ചു കഥ പറയാം. എൻ്റെ കഥയുടെ പേര് മാതാപിതാക്കളിനെ പുറത്താം. പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തിൽ ബനൂ ഇസ്രായേൽ കർണാന്തകമായ ശബ്ദം മാധുര്യമുള്ള ഒരു യുവാവുണ്ടായിരുന്നു. അദ്ദേഹം തൗറാത്ത് പാഠത്തിൽ ഏറെ നിപുണനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാരായണം കേൾക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടിയിരുന്നു. പേരും പ്രശസ്തമുണ്ടെങ്കിലും അയാളൊരു മുഴുത്ത മദ്യപാനിയായിരുന്നു. അയാളുടെ ദുസ്വഭാവത്തിൽ ഏറെ പ്രയാസമുള്ള അയാളുടെ ഉമ്മ അയാളെ ഉപദേശിക്കൊണ്ടേയിരുന്നു. പക്ഷേ കൂട്ടുകാരെ, ഈ ഉപദേശം ഒന്നും അയാളെ ചെവി കയറിയതേയില്ല. അങ്ങനെയൊരു ദിവസം അയാൾ തൗറാത്ത് പാഠത്തിറങ്ങുമ്പോൾ മദ്യപാനം കുടിക്കാൻ തുടങ്ങി. ഇത് കണ്ട് വൃദ്ധയായ മാതാവ് അയാളുടെ തേന് വീണ് അപേക്ഷിച്ചു, മോനെ കുടിക്കരുത്, മോനെ കുടിക്കരുത്. അയാൾ എവിടെ കേൾക്കാൻ? രോഷാഗുണനായ മനുഷ്യൻ ആ വൃദ്ധയായ മാതാവിൻ്റെ മുഖത്തേക്ക് ആണി അടിച്ചു. ഈ അടിയായിട്ട് പിടഞ്ഞു വീണ മാതാവിനെ കണ്ടപ്പോൾ ആ മനുഷ്യൻ പരിഭ്രമിച്ചു പോയി. ആ മനുഷ്യൻ മാതാവിൻ്റെ അടുത്ത് പോയി കുലുക്കി വിളിച്ചു. എത്രയേ വിളിച്ചിട്ടും ഉമ്മ അണങ്ങിയതേയില്ല. ആ മനുഷ്യൻ പരിഭ്രമിച്ചു പോയി. എങ്ങോ ഇല്ലാട്ട് ഓടി 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 അദ്ദേഹം വലിയ മലമുകളിലെത്തി. തൻ്റെ മാതാവിനെ ചെയ്ത അപരാധം ഓർത്തു കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ആ മകൻ ഇബാദത്തിൽ മുങ്ങി. അങ്ങനെ കൂട്ടുകാരെ, എത്ര വർഷം ആ മനുഷ്യൻ ഇബാദത്തിൽ മുങ്ങിയെന്നറിയാമോ? നീണ്ട 40 വർഷം ആ മനുഷ്യൻ ഇബാദത്തിൽ മുങ്ങി. അങ്ങനെ ഒരു ദിവസം ഒരു അശരീർ കേട്ടു, ഓ മനുഷ്യ, നീ നിൻ്റെ മാതാവിനെ തൃപ്തിയില്ലാതെ 1000 വർഷം ഇബാദത്ത് ചെയ്താലും നിൻ്റെ ഇബാദത്തുകൾ സ്വീകരിക്കില്ല. കാരണം നിൻ്റെ മാതാവിൻ്റെ കാൽ കീഴിലാണ് നിനക്കുള്ള സ്വർഗം. ഇത് കേട്ട് പരിഭ്രമിച്ചു കൊണ്ടു ആ മനുഷ്യൻ ഓടാൻ തുടങ്ങി. ഓടി ഓടി അദ്ദേഹം തൻ്റെ വീട്ടിലെത്തി. വീട്ടിൽ നിന്ന് വിളിച്ചു, ഉമ്മാ ഉമ്മാ, ഉമ്മാൻ്റെ പാപ്പിയായ മകൻ വന്നിരിക്കുന്നു. ഇത് കേട്ട് ഉമ്മ കണ്ണീർ ഒലിപ്പിച്ചുകൊണ്ട് ഓടി വന്നു, കെട്ടിപ്പിടിച്ചു, പൊട്ടി പൊട്ടി കരഞ്ഞു. ആ മനുഷ്യൻ വിതുമ്പിച്ചു കൊണ്ട് കേട്ടു, ഉമ്മാണ്ട് പ്രസവിച്ച ഉമ്മാൻ്റെ മുഖത്തെ കടിച്ച ഈ പാപ്പിയായ മകൻക്ക് നീ പുറത്തു തന്നില്ലെങ്കിൽ സ്വർഗമില്ല ഉമ്മ. അപ്പോൾ ആ ഉമ്മ മകനക്ക് പുറത്തു കൊടുത്തു. ആ മകൻ്റെ കൈ തൻ്റെയിലേക്ക് എന്നേക്കും വീണു. അതാ കേൾക്കുന്നു അശരീരി, താങ്കൾ അല്ലാഹു തആല പുറത്തു തന്നിരിക്കുന്നു. മാതാപിതാക്കളെ തൃപ്തിയിലൂടെ അല്ലാഹു തആല ആരിഫീങ്ങളിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? എൻ്റെ കഥയുടെ ഗുണപാഠം എന്താണ്? മാതാപിതാക്കൾ പറഞ്ഞത് അനുസരിക്കണം, അവരെ ബഹുമാനിക്കണം. അതിനെ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.